ഹലോ, ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർച്ചയായ 7 മാസത്തെ വിളവെടുപ്പിന് ശേഷം ഡ്രാഗൺ ചെടിയുടെ തണ്ടുകൾ മുറിച്ച് പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്ന സമയമാണിപ്പോൾ. തണ്ടാണോ തൈയാണോ നടേണ്ടത് തുടങ്ങി പുതുതായി ഡ്രാഗൺ ചെടി നടുന്ന കർഷകർക്കുള്ള 15ഓളം ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. ആരോഗ്യമുള്ള ചെടികൾക്ക് അത്യുൽപാദന ശേഷിയുള്ളൂ. അതിനാൽ ഈ തണ്ടുകൾ നന്നായി നമ്മൾ തന്നെ കിളിർപ്പിച്ച് തൈയാക്കി നടുന്നതായിരിക്കും ഏറ്റവും യോജിച്ചത്. ഈ തണ്ടുകളിൽ പലതിലും 5 പഴം വരെ ഒരേ സമയം പിടിച്ചിട്ടുണ്ട്. ഇത്തരം തണ്ടുകൾ നടാൻ ഏറെ നല്ലതാണ്. തണ്ട് കിളിർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ല വളപ്രയോഗത്തോടെ നേരിട്ട് തന്നെ പോസ്റ്റിൽ നടാം. തൈകൾ വാങ്ങിയാൽ പൊതുവെ വളപ്രയോഗം കുറവായിരിക്കും. അതിനാൽ ഒരു ഗ്രീൻ കളറിലായിരിക്കും തൈകൾ ഉള്ളത്. അതുപോലെ ഇവയ്ക്ക് വിലയും കൂടുതലായിരിക്കും. അത്തരം തൈകൾ വളരുമ്പോൾ പൊതുവെ പഴത്തിന്റെ ലഭ്യത കുറയാനിടയുണ്ട്. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ ചൊല്ല്. ഇത് കായ് കട്ട് ചെയ്ത പാടുകളാണ്. കായ് പിടിച്ച നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ മാത്രമേ നടാൻ ഉപയോഗിക്കാവൂ. ഇനി നമുക്ക് കായ് പിടിച്ച ഒരു തണ്ട് കട്ട് ചെയ്യാം. നാം തണ്ട് കട്ട് ചെയ്ത അറ്റമായിരിക്കണം തറയിൽ കുത്തേണ്ടത്. ആ ഭാഗം നമുക്ക് പോയിന്റ് ചെയ്യാം. ഇവ ഇനി നമുക്ക് ഒരടി നീളമുള്ള പീസുകളാക്കാം. ഈ മറ്റേ അറ്റം നമ്മൾ മണ്ണിൽ നട്ടാൽ ഒരിക്കലും ഈ തണ്ട് കിളിക്കത്തില്ല. തണ്ട് നടേണ്ട അഗ്രം നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടുകളെ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ലായനിയിൽ മുക്കണം. നമുക്ക് സാഫ് ലായനിയിൽ ഇവ മുക്കിയെടുക്കാം. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ സാഫ് മിക്സ് ചെയ്ത ലായനിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സാഫ് ലായനിയിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രാഗൺ തൈ പൂർണ്ണമായും ഒന്ന് മുക്കിയെടുക്കണം. അടുത്തതായി ചെയ്യേണ്ടത് ഈ തണ്ട് നടുന്ന അഗ്രത്ത് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ തേച്ച് വയ്ക്കണം. ഇവിടെ കറ്റാർ വാഴയുടെ തണ്ടാണ്. ഇത് ഏറ്റവും നല്ല ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. ഇത് ഇതുപോലെ അങ്ങ് കുത്തി വെച്ചിരുന്നാൽ മതിയാവും. കറ്റാർ വാഴ വീട്ടിലില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു റൂട്ടെക്സ്, ആപ്ടെക്കിൻ്റെയോ ഏതെങ്കിലും നല്ല കമ്പനിയുടെ റൂട്ടെക്സ് വാങ്ങി കുഴച്ച് ഈ നടുന്ന ഭാഗത്ത് മാത്രം തേക്കുക. അടുത്തതായി ഈ തണ്ടുകളിൽ ജലാംശമുണ്ട്. ഈ ജലാംശം കുറയ്ക്കുന്നതിനായി മഴയും ഡയറക്റ്റ് സൂര്യപ്രകാശവും ഏൽക്കാത്ത ഷെയ്ഡുള്ള സ്ഥലത്ത്, കാർ പോർച്ച് പോലുള്ള സ്ഥലങ്ങളിൽ 4-5 ദിവസം ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം. ഒരു തണ്ടും ചീഞ്ഞ് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ 4-5 ദിവസത്തേക്ക് ഇവ കാർ പോർച്ച് പോലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കും. 4-5 ദിവസങ്ങൾ കഴിഞ്ഞ് തണ്ടിലെ ജലാംശം കുറയുമ്പോൾ മണ്ണ് നന്നായി ഇളക്കി പണ കോരി ആവശ്യത്തിന് കമ്പോസ്റ്റുകൾ, ചാരം, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, 1 നുള്ളു കുമ്മായം ഇവ ചേർത്ത് മിക്സ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ ആഴത്തിൽ തണ്ട് തറയിൽ നടാം. ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനൽ ജെസീസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. വേഗത്തിൽ തണ്ട് മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ മിക്സഡ് കമ്പോസ്റ്റ്, മണ്ണ് ഉപയോഗിക്കാതെ ഈ മിക്സഡ് കമ്പോസ്റ്റിൽ തണ്ട് കുത്തിവെച്ചാൽ മതി. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തണ്ട് തൈയായി കിളിർച്ചു വരും. തണ്ട് നട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചയിലൊരിക്കൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന അറ്റത്തും സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണ്ട് നട്ട് 2 ആഴ്ചയ്ക്കകം തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് വന്നു തുടങ്ങും. വേര് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചില സ്ലറി ഡൈല്യൂട്ട് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വേര് വളർന്നു കഴിഞ്ഞാൽ 2 ആഴ്ചയിലൊരിക്കൽ നമുക്ക് വിവിധ തരത്തിലുള്ള കമ്പോസ്റ്റുകൾ, ചാണകപ്പൊടി ഇവയൊക്കെ വിതറി കൊടുക്കാം. 1.5 മാസത്തിനുള്ളിൽ തന്നെ നല്ല ആരോഗ്യമുള്ള തൈ ഉണ്ടാകും. ഇത് ഡിസംബർ മാസത്തേക്കുള്ള മൊട്ടുകളാണ്. നമ്മൾ ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് തുടർച്ചയായി ഇവ ഇങ്ങനെ പഴം തരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം ആരംഭം മുതൽ നമ്മൾ പഴം പറിച്ചു തുടങ്ങി. സാധാരണ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ്. ഇവിടെ മാർച്ച് മുതൽ നമുക്ക് പഴവും ലഭിച്ചു. ഇവ ഡിസംബറിലേക്ക് മൊട്ടുകൾ വളരെ അധികം ഇല്ലെങ്കിലും ഉണ്ട്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ ഈ തണ്ടുകൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെയധികം ഡിമാൻഡാണ് ഇന്ന് മാർക്കറ്റിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ മിക്ക സംസ്ഥാനങ്ങളിലും ഈ തണ്ടുകൾക്ക് ഓർഡറുണ്ട്. പൊതുവെ പഴയ തണ്ടുകളേക്കാൾ അതാത് വർഷം പിടിക്കുന്ന പുതിയ തണ്ടുകൾ, കായ് പിടിച്ച തണ്ടുകളാണ് നടാൻ അനുയോജ്യമായിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഡ്രാഗൺ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംശയങ്ങൾ എല്ലാവർക്കും മാറിക്കാണുമല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.